അപ്പോൾ ഞങ്ങൾ തേടി നമ്മളെ ദീപക് പറമ്പൂലിൻ്റെ ദീപക്കാടിൻ്റെ അമ്മമ്മ നമ്മളെ ദീപക്കാടിനെ അറിയില്ല അല്ലേ? ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കനായ ഒരു കലാകാരനെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കണ്ണൂർ സ്ക്വാഡ്, മെക്സിക്കൻ അപാരത, അങ്ങനെ ഒട്ടേറെ മലയാള സിനിമകളിൽ വേഷമിട്ട ആ വലിയൊരു കലാകാരന്റെ വീട്ടിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. നമ്മുടെ ദീപക് പറമ്പൂലിനെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് അങ്ങ് കടക്കാം. ഓക്കേ. ഇപ്പോൾ ഉള്ളത് നമ്മൾ പയ്യന്നൂരാണ്. നമുക്ക് ഇവിടെ വഴി അറിയില്ല, നമുക്ക് ചോദിച്ചോക്കാം. നമുക്കിവിടെ ഏച്ചി മോളൊക്കെ ഉണ്ട്. എന്തിന്റെ മോളെ, സുഖാണോ? എന്നാ പേരെന്നാ? സ്വാതി. ഏച്ചിന്റെ പേരെന്നാ? അനിത. നമുക്ക് ദീപക്കാടിന്റെ വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. നമുക്ക് എന്റെ യാത്ര ചെയ്യുന്നത് ദീപക്കാടിന്റെ വീട്ടിലേക്കാണ്. നമ്മളിങ്ങനെ ആക്ടേഴ്സിനെ തേടിയിട്ട് പോകുന്നത്. അപ്പം ദീപക്കാടിനെ അറിയില്ലേ അല്ലേ? ഏച്ചിക്ക് അറിയില്ലേ അല്ലേ? കുട്ടിക്കാലത്തെ അറിയുന്നില്ല അല്ലേ? അറിയുന്നല്ലേ? എങ്ങോട്ടേക്ക് വീട് എങ്ങോട്ടേക്ക് വരുവാ? നേരെ ബാക്കോട്ടേക്ക് അല്ലേ? ബാക്കോട്ടേക്ക് പോയാൽ മതി. അപ്പോൾ മോളെ, ഓക്കെ. മോള് എത്രയിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്. എവിടെയാണ്? അന്നൂർ സ്കൂള്. ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ബായ് പറഞ്ഞു. ഓക്കെ, ശരി. അപ്പോൾ ഞങ്ങൾ തേടി നമ്മളെ ദീപക് പറമ്പൂലിൻ്റെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജനിച്ചു വളർന്ന വീടാണ്. അപ്പോൾ അമ്മമ്മയൊക്കെ ഉണ്ട് ഇവിടെ. അമ്മമ്മ എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോഴാണുള്ളത് നമ്മുടെ ദീപക് പറമ്പൂലിൻ്റെ വീടിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ദീപക് പറമ്പൂലിൻ്റെ അമ്മാവൻ നമ്മളെ കൂടെയുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. കുറച്ച് അമ്മാവനും കുറച്ച് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് ഏതെല്ലാം പടം അഭിനയിച്ചത്? അഭിനയിച്ച പടം പിന്നെ ആദ്യം പ്രിയങ്കന്റെ പടത്താണ് ഭക്തയുടെ സദ്യ. പിന്നെ ഇപ്പൊ ചെയ്തത്, പിന്നെ ലാസ്റ്റായി ചെയ്ത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അതിലാരോ ആക്ടർ കുഞ്ചാക്കോ ഭവൻ. ഇപ്പൊ ഇറങ്ങാമെന്ന് പടം. അതിലേതാ റോൾ ഏതാണ്? അതിലത്തെ ഒരു കണ്ണൻ നമ്പ്യാറിന്റെ ഒരു ജന്മി റോൾ അല്ലേ? ഓക്കെ. അതൊരു ഒന്നാം കേസ് MLA പടമാണ്. പിന്നെ ഇപ്പൊ തെക്ക് വടക്ക് അടുത്ത് ഇറങ്ങാനുള്ളത് ഇറങ്ങി വിനായകനും അതിലേതാ വേഷം? അതിൽ ഒരു ഒരു മുസ്ലിം വേഷം. ഒരു മറ്റേ കല്യാണ പന്തലും മറ്റേ അവരെ കാറ്ററിംഗ് നടത്തുന്നത്. അങ്ങനെ എങ്ങനെ ഇതിലേക്ക് വരാനുള്ള സാഹചര്യം എങ്ങനെയാണ്? നമ്മളെ ഇതിലേക്ക് വരാനുള്ളത് നാടകം തന്നെയാണ്. നാടകത്തിലൂടെ സിനിമ വന്നു. പിന്നെ നമ്മളെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമ പരിചയം വെച്ചിട്ട്. ഗണപതിന്റെ ആരായിട്ട് വരുമോ? ഗണപതി നമ്മുടെ എന്റെ അമ്മായി രചിന്റെ മോൻ. അതായത് ബാബുവേട്ടൻ നമ്മുടെ വെള്ളം സിനിമയില് ജയസൂര്യന്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്. ഓക്കെ. എല്ലാവരും ബന്ധുക്കൾ തന്നെ അല്ലേ? തട്ടകം അങ്ങനെ ഇതിന്റെ അല്ലേ? നമ്മുടെ നാടകത്തിന്റെ തട്ടകം. നാടക വീട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ. പിന്നെ നമ്മൾ ദീപക് കട ഇപ്പൊ അടുത്തതിന്റെ വന്നിരുന്നു. ദീപക് ഇവിടെ വരുന്നുണ്ട്. ഷൂട്ടിങ്ങിന് ഒരു ലീവ് കിട്ടുന്ന സമയത്ത് അമ്മയെ കാണാൻ വരും. ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും. സുഹൃത്തുക്കളുടെ കുറച്ച് ജനിച്ചു വളർന്ന വീട് ഇതല്ലേ? ജനിച്ചു വളർന്ന വീട്. ആദ്യം അപ്പം പഠിച്ചത് ദീപകട്ട പഠിച്ചത് എവിടെയാണ്? പഠിച്ചതിന്റെ അഴീക്കോട് സ്കൂളിൽ പഠിച്ചത്. പിന്നെ എറണാകുളം സെറ്റായി. പിന്നെ പെരിയാരത്തിൽ വീട് എടുക്കുന്നു. അതിന്റെ അടുത്തൊരു വീട് എടുക്കുന്നു. അങ്ങനെ ആളെ ഭാര്യയും ഒരു ആക്ട്രസ് അല്ലേ? വലിയ നടിയല്ലേ? അപർണദാസ്. ഓക്കെ. അപ്പൊ എല്ലാവരും ഒരു ആക്ടർ ആയിട്ടുള്ള ഒരു കുടുംബമാണ്. എല്ലാവരും ഫിലിമിൽ അഭിനയിക്കുന്ന ഒരു വലിയൊരു കുടുംബമാണ്. അപ്പൊ ദീപക്കാടിന്റെ അമ്മമ്മ നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ അമ്മമ്മക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം. ദീപക്കാടിനെ പറ്റി ഒരു 4 വാക്കൊന്ന് പറയാൻ പറ്റുമോ? ദീപക്കാടൻ ജനിച്ചു വളർന്ന വീടല്ലേ ഇത്? ജനിച്ചു വളർന്ന ആദ്യത്തെ നമുക്ക് അനുഭവങ്ങളൊന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പറ്റും. പണ്ടത്തെ അനുഭവങ്ങൾ, കുട്ടിക്കാലത്തെ എന്തെങ്കിലും ഒന്ന്. കുട്ടിക്കാലത്ത് സ്കൂളെല്ലാം പോകും, വീടെല്ലാം അങ്ങനത്തെ ഇങ്ങോട്ട് വരും. അഴീക്കോടേക്ക്.
ആദ്യം എല്ലാം ഇവിടെ അല്ലേ താമസിച്ച് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഇവിടെ കുറെ വർഷം ഉണ്ടായിട്ടില്ലല്ലേ കുട്ടിക്കാലത്തെല്ലാം ആദ്യം പഠിക്കുന്ന സമയത്തല്ല? എന്നിട്ട് എത്ര വയസ്സിലാണ് പിന്നെ എറണാകുളത്തേക്ക് അങ്ങോട്ടേക്ക് പോയത്? ഇപ്പൊ ഈ ഫിലിമിന്റെ ഭാഗമായിട്ട് എപ്പോഴാ പോയത്? ഓക്കെ, അതൊന്നും ഓർമ്മയില്ല. അത് കുഴപ്പമില്ല. ഇവന്റെ അനിയനും ഉണ്ടല്ലോ ഏതില് ഉണ്ട്? പടത്തിലുണ്ട്? ഏതാ പടം? എല്ലാവരും അല്ലേ? എല്ലാവരും ശരിക്കും പറഞ്ഞാല് വലിയൊരു ആക്ടേഴ്സ് ഒരു അല്ലെ? ഫിലിമിൽ അഭിനയിക്കുന്ന കുടുംബമാണ് അല്ലെ? ഫിലിമിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. എല്ലാരും ഉണ്ട്. അനിയന്റെ പേരെന്നാ? അനിയന്റെ പേരെന്നാ? ഏതാ പടം അഭിനയിച്ച പടം ഉണ്ടല്ലേ? എന്നാലും ഏതല്ലേ? ഇപ്പൊ മനോജിന്റെ വീട്ടിലേക്കാ പോയിട്ടുണ്ടാവും ഇപ്പൊ അല്ലേ? വീണ്ടാ ആളുണ്ട് ഇവിടെ? ആളുണ്ടല്ലേ? അപ്പൊ നമ്മള് വന്ന സമയം അല്ലേ? ആൾക്കും വരുമോ? കുറച്ചേ വരും അല്ലേ? നമുക്ക് നോക്കാം അല്ലേ? നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഷൂട്ട് ചെയ്യും. ഓക്കെ. എന്താ കുട്ടിക്കാലത്തെ അനുഭവങ്ങള് ദീപക്കാട്ടനുമായിട്ടുള്ള ആത്മബന്ധം? പിന്നെ ഭയങ്കര താല്പര്യമായിരുന്നു ഫിലിമിൽ വരാൻ വേണ്ടി. അവന്റെ ഒരു സ്വയം റിസ്കിൽ തന്നെയാണ് ഫിലിമിലേക്ക് വന്നത്. ആരും ബാക്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നെ കാര്യം എടുത്ത് ഒരു സിനിമ നടനാവണം അങ്ങനെ പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് വിനീത് ശ്രീനിവാസൻ കണ്ടുമുട്ടി. അങ്ങനെ ഒരു പിന്നെ ഫോട്ടോ എല്ലാം എടുത്തു. അങ്ങനെയാണ് ഫസ്റ്റ് സിനിമയിലും ചെയ്യുന്നത്. തട്ടത്തുമ്പറത്താണ് ആദ്യ ഫിലിം. പിന്നെ അത് കഴിഞ്ഞ് മെക്സിക്കൻ അവാലതയിലുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ മറ്റേ കണ്ണൂർ സ്ക്വാഡിലുണ്ടല്ലോ. ഉണ്ട്. ഏതാണ്? ഓ, നമുക്കിപ്പോ ഇവിടെ വരാൻ പറ്റിയോട് വലിയൊരു ആക്ടറിനെ നമുക്ക് നേരിട്ട് നിന്ന് പരിചയപ്പെടാൻ പറ്റി. നമ്മൾ അതെ. അല്ല, ഏട്ടനും ഇപ്പം എന്ന് വെച്ചാല് ഞാനിപ്പം വന്നതുകൊണ്ട് ചേട്ടനെ കാണാൻ പറ്റി. ഏട്ടനും അഭിനയിക്കുന്നതാണെന്ന് എല്ലാവരും കാണുന്നവരൊക്കെ അഭിനയിക്കുന്നവരാണ്. അവരുടെ കുടുംബം മൊത്തമായിട്ട് അഭിനയിക്കുന്നവരാണ്. അപ്പോ വേറെ കുട്ടിക്കാലത്ത് വെച്ചാൽ ഇവിടുന്ന് പോയിട്ട് ദീപക്കാട്ടത്ത് ഇവിടുന്ന് നേരെ എറണാകുളത്തേക്ക് പോയി. ഇവിടുന്ന് വിനീത് ശ്രീനിവാസനെ വിളിക്കുകയും പിന്നെ സിനിമയോട് നല്ല മോശമില്ലാത്ത ഒരു ക്യാരക്ടർ വേഷം കിട്ടി. അങ്ങനെ ക്ലിക്കായി. അതുകൊണ്ട് സ്വയം ഒരു ഹാർഡ് വർക്ക് ആവണ്ടേ? അങ്ങനെ ചെയ്തിട്ട് സിനിമയെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അച്ഛനായാലും മക്കളും ചിലപ്പോ നടന്മാരാവുമല്ലോ. അതെന്ന് വെച്ചാൽ അവരൊരു പാരമ്പര്യം കിട്ടുന്നു. ഇത് വെച്ചാല് അങ്ങനെയല്ലല്ലോ. ഇത് വെച്ചാൽ പ്രയത്നത്തില് കൂടെ നാടകം കൂടെ പിന്നെ മാമന്റെ നാടകങ്ങളുണ്ട്. അങ്ങനെയല്ലേ? അങ്ങനെ ഒരു നാടകം ഡയറക്ട് ചെയ്യുന്ന സമയ നാടകം നാടകമാണ്. അതുപോലെ കോളേജിൽ ചെയ്യുകയും നാടകം ഒരു മോശമുള്ള രീതി ചെയ്യുന്ന പറഞ്ഞത്. അതെ. ഇപ്പൊ ഏട്ടനെ അടുത്തതിന് അടുത്ത ഇതുണ്ടോ? പടത്തെ ഷൂട്ടിംഗ് ഉണ്ടോ? അടുത്ത പടത്തെ ഷൂട്ടിംഗ് ഞാൻ സന്തോഷ് കിയാറ്റൂർ ഞാൻ കഴിഞ്ഞു. മകണ വീട്ടിലെ 3 ആമുഖമാണ് പറഞ്ഞിട്ട് അതിപ്പോ കാസർഗോഡ് വെച്ച് കഴിഞ്ഞത്. ഞാൻ ഫുൾ പാക്കപ്പ് കഴിഞ്ഞല്ലേ? ഓ, ഇനി അടുത്ത പ്രൊജക്ട് ഉണ്ടോ? പറഞ്ഞു വെച്ചിട്ടുണ്ട്. പുതിയ മുസ്ലിം ക്യാരക്ടർ ഇപ്പൊ അഭിനയിച്ചല്ല? മുസ്ലിം ക്യാരക്ടറിനെ കൂടുതൽ ഒരു ടിപ്പിക്കൽ വേഷം കണ്ണൻ നമ്പ്യാർ ഒരു ദുരൂഹ സാഹചര്യത്തിൽ അതിലാരാ ശരിക്കും നായകൻ? ദിലീഷ് കുഞ്ചാക്കോവൻ, ദിലീഷ് പോത്തൻ, സെലിൻ ഗോപു. അതൊരു ഏട്ടന്റെ അനിയനും നടനാണെന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മ പറയുമ്പോ അനിയനും നടനാണ്. അപ്പൊ എല്ലാവരും അല്ലേ? ഇല്ലല്ലേ? എല്ലാവരും പണ്ടേ. പിന്നെ വേറെ നമുക്ക് ദീപക്കാട്ടൻ ഇപ്പൊ അടുത്ത് വന്നിരുന്നോ? അടുത്ത് അങ്ങനെ ഉണ്ടായിരുന്നു? നാട്ടിലേക്ക് എത്തി വരും. ഓ, അങ്ങനെ. ഇപ്പൊ പിന്നെ പടം ഉണ്ടല്ലോ. പടം കൂടെ വരുന്നുണ്ടല്ലോ എറണാകുളത്ത്. ഓ, അങ്ങനെ. ഓക്കെ. അപ്പം വേറെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാൻ നമ്മളെ ഫിലിമിനെ പറ്റി, ഏട്ടന്റെ ഫിലിമിനെ പറ്റിട്ടൊക്കെ ഒന്ന് പറഞ്ഞു. എല്ലാവരും കാണുക അല്ലേ? അല്ല ചെറിയ കലാകാരന്മാരും എല്ലാവരും ചെറിയ വേഷമാണെങ്കിൽ കൈകാര്യം ചെയ്യുക. ഇനി വരുന്ന സിനിമകളിൽ പ്രേക്ഷകർ കാണുക. അപ്പൊ എല്ലാവരും ഇതാവട്ടെ. എന്ന് വെച്ചാല് ഏട്ടനും വലിയൊരു കലാകാരനാണ്. അപ്പോ നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അല്ലെ? ജനങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഏട്ടനും നമുക്ക് മുന്നോട്ടേക്ക് വരാൻ ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക്
അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഏട്ടാ, വളരെ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു. ഒരുപാട് അവസരങ്ങൾ ഏട്ടനെ തേടി എത്തട്ടെ അല്ലേ. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ ഓക്കെ, വലിയ കലാകാരൻ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ നാടകത്തിൽ പണ്ട് ഒരുപാട് നാടകത്തിലൊക്കെ അഭിനയിച്ച വലിയൊരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. പ്രേക്ഷകരുടെ അനുഗ്രഹം അല്ലേ, പ്രേക്ഷകരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒരുപാട് പടങ്ങളിൽ അഭിനയിക്കാനല്ലേ. അപ്പോൾ ഓക്കെ, ബായ് പറഞ്ഞിട്ട് നമുക്കൊന്ന് പോവാം. അപ്പോൾ ഇത് സഹായിച്ചത് വളരെ നന്ദി കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു കേട്ടോ. അപ്പോൾ പിന്നെ ദിവസം കാണാം. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ പോയത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു കലാകാരനെ കാണായിരുന്നു. നമ്മുടെ ദീപക് പറമ്പൂരിന്റെ വീട്ടിലേക്കായിരുന്നു. അപ്പോൾ ആള് അവിടെ ഇല്ല, ആള് എറണാകുളത്ത് പോയിട്ടാണുള്ളത്. ആളുടെ അമ്മാവനും അമ്മമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ പറ്റി, കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മുന്നിൽ എത്തിക്കാൻ പറ്റി. അപ്പോൾ വീടും പരിസരം കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ കുത്തിപ്പിടും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കേൾക്കാത്തേക്ക് ഓക്കെ, ബൈ.